Hello my dear friends, welcome back to Negentropy BTech Tuition. This is Afsal. നമ്മുടെ ഫ്ലൂയിഡ് കാനമാറ്റിക്സിനകത്ത് ഈ ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസുകൾ യൂസ് ചെയ്യും. ടൂൾസ് ഇൻ ദ സെൻസ് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരാമീറ്റേഴ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളൊരു പാരാമീറ്ററാണ് നമ്മൾ ഇന്നൊരു പ്രോബ്ലത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ പ്രോബ്ലം നോക്കാം. See this. Determine the components of rotation for the following velocity field pertaining to the flow of an incompressible fluid. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോ ഫീൽഡ് ആണ്. അവൻ്റെ വെലോസിറ്റി u is equal to CYZ ആണ്, v is equal to CXZ ആണ്, w is equal to CXY, where c is equal to constant. State whether the flow is rotational or irrotational. കണ്ടോ, ആ പുതിയ പോയിന്റ്സുകളുണ്ടോ? ഈ കാണുന്ന റൊട്ടേഷണൽ ഓർ ഇറോട്ടേഷണൽ ആണോ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫൈൻഡ് ദ കമ്പോണൻറ്റ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന സാധനം. ഈ റൊട്ടേഷൻ നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തില്ല, ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ റൊട്ടേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഒരു ഫ്ലോ റൊട്ടേഷനിലാണ് ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു, വാട്ട് ഈസ് റൊട്ടേഷണൽ ഫ്ലോ, വാട്ട് ഈസ് ഇറോട്ടേഷണൽ ഫ്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, then we can call it as rotational flow. If the fluid particle is not rotating with respect to its own axis ആണെങ്കിൽ we can call the flow as irrotational flow എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് സ്വന്തം ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവൻ ഇറോട്ടേഷണൽ ഫ്ലോ ആണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുവെങ്കിൽ അവൻ റൊട്ടേഷണൽ ഫ്ലോ ആണ് എന്നൊരു തിയററ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഒരു ന്യൂമറിക്കലി ഒരു ഫ്ലോ ഫീൽഡ് തന്നിട്ട് ഈ ഫ്ലോ ഫീൽഡിനെ നമ്മൾ എങ്ങനെ റൊട്ടേഷനിലാണ് ഇറോട്ടേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അവിടെ നമുക്ക് പുതിയൊരു പാരാമീറ്റർ വേണം. അതായത് ഒട്ടുമിക്ക എല്ലാ ഫ്ലൂയിഡ് ഫ്ലോയിലും ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷണൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് പാരാമീറ്റർ വെച്ചിട്ടാണ്. സീ ദിസ്, ഈ കാണുന്നത് കണ്ടോ, റൊട്ടേഷൻ കമ്പോണൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എന്താണ് ഈ റൊട്ടേഷൻ കമ്പോണൻറ്റ്സ് എന്ന് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്, എങ്ങനെ കണ്ടെത്താം, എന്നിട്ട് നമുക്ക് നേരെ ഈ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഈ പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്തുള്ള റൊട്ടേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും അവൻ്റെ ഇക്വേഷൻസും അവൻ്റെ പിറകിലുള്ള ബേസിക്സ് ഒക്കെ പഠിച്ചു പോകാം. വരൂ നിങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൊട്ടേഷൻ. വാട്ട് ഈസ് റൊട്ടേഷൻ? ഈ റൊട്ടേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒമേഗ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് എ വെക്ടറാണ്. ദിസ് ഈസ് എ വെക്ടർ. ഇവൻ എന്തുണ്ട്, ഒരു എക്സ് കമ്പോണൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ഐയിൽ കൂടെ കിടക്കുന്ന എക്സ് കമ്പോണൻ്റ് ആണ്, ഒരു വൈ കമ്പോണൻ്റ് ആണ്, പിന്നെ എന്തുണ്ട്, ഒരു ഇസഡ് കമ്പോണൻ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വെലോസിറ്റി ഫീൽഡാണ്. കാരണം ഇവിടെ യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ റൊട്ടേഷന് നമ്മൾ എങ്ങനെയാണ് ഒരു 3 ഡയമെൻഷണൽ വെലോസിറ്റി വെക്ടറായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് റൊട്ടേഷൻ്റെ സിമ്പിൾ എന്താണ്, ഒരു ഒമേഗ എന്ന് പറയുന്ന ഒരു വെക്ടറാണെന്ന് കാണിച്ചിട്ടുണ്ട്. അവന് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഇസഡ് കമ്പോണൻറ്റും ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ എന്തിൽ പോകുന്നത്, ഈ കാണുന്ന റൊട്ടേഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റൊട്ടേഷൻ? മാത്തമാറ്റിക്കലി റൊട്ടേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി വെക്ടർ റൊട്ടേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു half of del cross v എന്നാണ് മാത്തമാറ്റിക്കലി നമ്മൾ അവനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഡെൽ ക്രോസ് വി എന്ന് പറഞ്ഞാൽ കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ. ഒട്ടുമിക്ക ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നല്ല, എല്ലാ മെക്കാനിക്കൽ പോയിന്റ് ഓഫ് എല്ലാ ഫ്ലൂയിഡ് പാർട്ടിക്കൽ മെക്കാനിക്സിനകത്തും ഒരു പാർട്ടിക്കിളിൻ്റെ റൊട്ടേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തെടുത്തേ പറ്റൂ, അവൻ്റെ കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ എടുക്കുക. അതിങ്ങനെ ഡെൽ ക്രോസ് വി മീൻസ് എന്താണ്, കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ. അതായത് റൊട്ടേഷൻ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കേൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എല്ലാ റൊട്ടേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിളും കണ്ടെത്താൻ പറ്റൂ. ഇതാണ് ഹാഫ് ഓഫ് ഡെൽ ക്രോസ് വി. ഈ ഡെൽ ക്രോസ് വി വിളിക്കുന്ന മറ്റൊരു പേരാണ് കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ. കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ. കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ ഞാൻ പറഞ്ഞുതരാം, തീർന്നില്ല. ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഈ കാണുന്ന വെക്ടർ റെപ്രസെൻറ്റേഷൻ കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. എല്ലാവർക്കും, ഏതൊരു കൊച്ചു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഞാൻ ഇവനെ സിംപ്ലിഫൈ ചെയ്ത് തരും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഡെഫിനിഷൻ പഠിക്കുക. എന്താ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഏതൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെയും റൊട്ടേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേ പറ്റൂ, കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ ഉപയോഗിച്ച് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. കേൾ ഓഫ് എ വെലോസിറ്റി വെക്ടർ അതാരാണ്, ദിസ് ഇസ് ഡെൽ ക്രോസ് വി. പക്ഷേ ഒമേഗ എന്ന് പറയുന്ന റൊട്ടേഷനെ ഫ്ലൂയിഡ് മെക്കാനിക്കൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ഹാഫ് ഓഫ് ഡെൽ ക്രോസ് വി ആണ്. സിംപ്ലി ഡെൽ ക്രോസ് വി അല്ല, ഹാഫ് ഓഫ് ഡെൽ ക്രോസ് വി ആണ് ഈ കാണുന്ന ഒമേഗ എന്ന് പറയുന്ന റൊട്ടേഷണൽ വെക്ടറിനെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് ഉണ്ടോ, റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇഫ് ദിസ് ഡെൽ ക്രോസ് വി, ഇഫ് ദിസ്
ഡെൽ ക്രോസ് വെലോസിറ്റി വെക്റ്റർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഇറൊട്ടേഷണലാണ്. ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഇറൊട്ടേഷണലാണ്. ഇഫ് ദ ഡെൽ ക്രോസ് വി ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ നമുക്ക് എന്ത് വിളിക്കാം? റൊട്ടേഷണൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഡെഫിനിഷൻ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക. ഹാഫ് ഉണ്ട്, ഹാഫ് ഇവിടെ എടുത്താലും ഇല്ലെങ്കിൽ അതിൽ വാല്യൂ ഇല്ല. കാരണം 0 നോൺ 0 മാത്രം നോക്കിയാൽ മതി. വിച്ച് മീൻസ് ഡെൽ ക്രോസ് വി എന്ന് പറയുന്ന ആ കേൾ ഓഫ് എ വെലോസിറ്റി വെക്റ്റർ 0 ആയാൽ ഫ്ലൂയിഡ് ഈസ് ഇറൊട്ടേഷനിലാണ്, ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഇറൊട്ടേഷനിലാണ്. ഡെൽ ക്രോസ് വിയുടെ വാല്യൂ നോൺ 0 ആണെങ്കിൽ ദ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് റൊട്ടേഷനിലാണ്. ഇത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്, ഞാൻ സാറ് ചുമ്മാ ഡെൽ ക്രോസ് വി എന്നല്ലേ പറയുന്നുള്ളൂ, എങ്ങനെ ഡെൽ ക്രോസ് വി നമ്മൾ മാത്തമാറ്റിക്കലി ന്യൂമറിക്കലി കണ്ടെത്തും എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾ ഈ കാണുന്ന ഡെൽ ക്രോസ് വി ഞാൻ പറയാൻ പോകുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഡെൽ ക്രോസ് വി ഒമേഗ വെക്റ്റർ ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് വി. നോക്കൂ, എല്ലാ ഡെൽ ക്രോസ് വി, ഈ കാണുന്ന ക്രോസ് ആയിട്ടുള്ള കേൾ ഓഫ് എ വെലോസിറ്റി വെക്റ്റർ എല്ലാം എന്താ കണ്ടെത്താൻ പോകുന്നത്? ഈ കാണുന്ന ഡെല്ലിനെയും വെലോസിറ്റി ഫീൽഡായ വിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു മെട്രിക്സിൻ്റെ ഫോമിൽ കണ്ടെത്തുക. അവൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടെത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കേൾ ഓഫ് എ വെലോസിറ്റി വെക്റ്റർ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഡെല്ലിൻ്റെ പാർട്സുകൾ എന്തൊക്കെ വരുന്നത്? ഒരു ഐ കമ്പോണൻ്റ് ഉണ്ട്, ഒരു ജെ കമ്പോണൻ്റ് ഉണ്ട്, ഒരു കെ കമ്പോണൻ്റ് ഉണ്ട്. പിന്നെ ആരുണ്ട്? ഒരു ഡോ ബൈ ഡോ എക്സ് ഉണ്ട്, ഒരു ഡോ ബൈ ഡോ വൈ ഉണ്ട്, ഒരു ഡോ ബൈ ഡോ ഇസഡ് ഉണ്ട്. ഇനി ആരാണ് നമ്മുടെ വെലോസിറ്റി കമ്പോണൻസ്? അല്ലേ വിക്ക് എന്ത് കമ്പോണൻസ് ഉണ്ട്? ഒരു യു കമ്പോണൻ്റ് ഉണ്ട്, ഒരു വി കമ്പോണൻ്റ് ഉണ്ട്, ഒരു ഡബ്ല്യു കമ്പോണൻ്റ്. ഈ കാണുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടെത്തിയാൽ ആരായി മാറി? ഡെൽ ക്രോസ് വിയുടെ വാല്യൂ കണ്ടെത്തി. സിമ്പിൾ. ഡെൽ ക്രോസ് വി കണ്ടു. ചില കുട്ടികൾ സാർ ഇനി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പോകണോ? എളുപ്പമാണോ? വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് നോക്കൂ, ഒമേഗ ഇസ് ഇക്വൽ ടു ഒമേഗ എക്സ് പ്ലസ് ഒമേഗ വൈ പ്ലസ് ഒമേഗ ഇസഡ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തെന്ന് അറിയാമോ നിങ്ങൾ? ഞാൻ ഇവിടെ എങ്ങോട്ട് എഴുതാം? ഇങ്ങോട്ട് മാറ്റി എഴുതാം, ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇവിടെ എഴുതി പോകാം അല്ലേ? സോ വെക്റ്റർ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എക്സ് ഇല്ലേ? ഒമേഗ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ഐ അല്ലേ? അപ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഐ കിടക്കുന്ന കണ്ടോ, ഈ കാണുന്ന ഡിറ്റർമിനൻ്റിനകത്ത് കിടക്കുന്ന ഐ കിടക്കുന്ന കോളം നിങ്ങൾ ക്യാൻസൽ ചെയ്യുക, ഐ കിടക്കുന്ന റോയും നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. പിന്നെ ആരാ ഉള്ളത്? ഡോ ഇത്രയേ ഉള്ളൂ. ഇവരെ നേരെ ക്രോസ് ചെയ്താൽ മതി. അതൊക്കെ ബേസ് ഡിറ്റർമിനൻ്റ് ഉള്ളതാണ്, ഞാനത് പറഞ്ഞു പോകാം. നോക്കൂ നിങ്ങൾ, ഒമേഗ ഇസ് ഇക്വൽ ടു ഐ ഇൻറ്റു ഒമേഗ എക്സ്. ഒമേഗ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡോ ബൈ ഡോ വൈ ഓഫ് ഡബ്ല്യു, ഡോ ബൈ ഡോ വൈ ഓഫ് ഡബ്ല്യു മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ബി, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ബി. ഇപ്പോൾ ആര് കഴിഞ്ഞു? നമ്മുടെ ഒമേഗ എക്സ് എന്ന് പറയുന്ന പാരാമീറ്റർ കഴിഞ്ഞു. ഇനി അടുത്ത പ്ലസ് അല്ല, കാരണം ഡിറ്റർമിനൻ്റ് കണ്ടെത്തുമ്പോൾ ഓൾട്ടർനേറ്റ് ടേംസുകൾ എന്ത് ചെയ്യുക? മൈനസ് കൊടുക്കുക. ഫസ്റ്റ് ടേം പ്ലസ് ആണ്, സെക്കൻഡ് ടേം നമ്മൾ എന്ത് കൊടുക്കുക? മൈനസ് കൊടുക്കുക. സെക്കൻഡ് ടേം ആരാണ്? ഒമേഗ വൈ ജെ കമ്പൗണ്ട് ആണ്. അപ്പോൾ ജെ കമ്പൗണ്ട് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ മാറ്റിയിട്ട് നേരെ ജെ ഉള്ള ആ കോളവും ആ റോയും നിങ്ങൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. പിന്നെ നോക്കൂ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു, പിന്നെ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് യു. എളുപ്പമല്ലേ? എന്താ പറയുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു പിന്നെ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് യു. കണ്ടോ? ഇതിപ്പോൾ ആരായി മാറി? ഇതിപ്പം ഒമേഗ വൈ ആയി മാറി. ഇനി അടുത്തത് ആരാ ഉള്ളത്? പ്ലസ് കെ കമ്പോണൻറ്റ്. കെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഒമേഗ ഇസഡ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ഇതിനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ ഉള്ള ആ കോളവും ആ റോയും നിങ്ങൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. പിന്നെ ആരാ ഉള്ളത്? ഇവനല്ലേ ബാക്കിയുള്ളത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് വി, ഡോ ബൈ ഡോ എക്സ് ഓഫ് വി മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് യു, മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് യു. കണ്ടോ? വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ദിസ് ഇസ് ഒമേഗ എക്സ് ആണ്. ഈ കാണുന്ന സെക്കൻഡ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ദിസ് ഇസ് ഒമേഗ വൈ ആണ്. ഈ കാണുന്ന തേർഡ് ടേം റെപ്രസെൻറ്റ് ആരാണ്? ഒമേഗ ഇസഡ് ആണ്. കണ്ടുപിടിച്ചു. സിമ്പിൾ, തീർന്നു. റൊട്ടേഷൻ്റെ കഥ കഴിഞ്ഞു. റൊട്ടേഷൻ്റെ കഥ നമ്മൾ കഴിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഡിറ്റർമിനൻ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. ചില കുട്ടികൾക്ക് എത്രയൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താലും ഈ ഡിറ്റർമിനൻ്റ് ആ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് തലയ്ക്കകത്തോട്ട് കയറത്തില്ല. ഡിറ്റർമിനൻ്റ് ഇങ്ങനെയൊക്കെ പ്ലസ് മൈനസ് ഒക്കെ എനിക്ക് വയ്യ സാറേ എന്ന് പറയുന്ന ഒരുപാട് പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലേക്ക് ഈ ഡിറ്റർമിനൻ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ കാണുന്ന മെട്രിക്സ് ഫോമാറ്റ് ഒന്നും എഴുതണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഈ കാണുന്ന ഐ കമ്പോണൻറ്റ്, ജെ കമ്പോണൻറ്റ്, കെ കമ്പോണൻറ്റ്, ഇവനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സൈക്ലിക് ഫോർമാറ്റിലേക്ക് എഴുതുക.
എന്നിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻസ് എന്ത് ചെയ്യുക, കൊടുക്കുക. അയ്യോ, എന്ത് കൊടുക്കുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നോക്കൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് നിങ്ങൾ ഇവനെ കൊടുക്കുക. കണ്ടോ, ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി നിങ്ങൾ നോക്കണേ, ഏറ്റവും ആദ്യം കിടക്കുന്നത് നോക്കൂ, ഒമേഗ എക്സ് അല്ലേ, ദിസ് ഈസ് ഒമേഗ എക്സ്. ഈ ഒമേഗ എക്സ് കമ്പൗണ്ട് ഞാൻ എഴുതാൻ പോകുകയാണെ ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ഒമേഗ എക്സ് എഴുതാൻ പോകുകയും ശ്രദ്ധിച്ചിരിക്കുക. ദിസ് ഈസ് ഒമേഗ എക്സ്. ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ അത് ആരുടെയാണ്? അത് ഐ കമ്പൗണ്ട് അല്ലേ. അപ്പോൾ ഐ കളയുക. ഐ കളഞ്ഞിട്ട് പിന്നെ ആരുണ്ട്? ഐ കളഞ്ഞിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരിക. ജെയും ഉണ്ട്, പിന്നെ കെയും ഉണ്ട്. ജെയുടെ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ദിസ് ഇസ് ഡോ ബൈ അല്ലേ. മൈനസ് കെ എന്ന് പറഞ്ഞാൽ ആരാണ്? സിംപ്ലി ഡോ ബൈ ഡോ ഇസഡ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? വെലോസിറ്റി തിരിച്ചു കൊടുക്കുക, ക്രോസ് ആക്കി കൊടുക്കുക വെലോസിറ്റി. ഇസഡ് ഡയറക്ഷനിലെ വെലോസിറ്റി എടുത്ത് അവിടെ കൊടുക്കുക, വൈയിൽ കൊടുക്കുക. വൈ ഡയറക്ഷൻ വെലോസിറ്റി യു അല്ലേ, സോറി ബി അല്ലേ, അതോടെ കൊടുക്കുക, ഇസഡിൽ കൊടുക്കുക. സോ ദിസ് ഈസ് ഒമേഗ എക്സ്. ചെക്ക് ചെയ്ത് നോക്കിക്കോ. വാട്ട് ഈസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞ സാധനം? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മളത് കണ്ടെത്തിയിരിക്കുകയാണ്. സംശയം വേണ്ട. ചിലപ്പോൾ നമുക്ക് ഒമേഗ വൈ കിട്ടുമോ, ഒമേഗ വൈയും കിട്ടും, കണ്ടുപിടിച്ചായിരുന്നു. നോക്കൂ, ദിസ് ഈസ് ഒമേഗ വൈ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ജെയിൽ പിടിക്കുക. ജെ കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കൂ, കെയും ഐയും ഉണ്ട്. കെ റെപ്രസെൻസ് ആരാണ്? ഡോ ബൈ ഡോ ഇസഡ്. മൈനസ് ഐ റെപ്രസെൻസ് ആരാണ്? ഡോ ബൈ ഡോ വൈ, സോറി ഐ റെപ്രസെൻസ് ആരാണ്? ഡോ ബൈ ഡോ എക്സ് ആണ്. ഇനി എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ആരാണ്? അത് യു അല്ലേ, അത് ഇസഡിൽ കൊടുക്കുക. ഇസഡ് ഡയറക്ഷൻ വെലോസിറ്റി ആരാണ്? ഡബ്ല്യു അല്ലേ, അത് നേരെ എക്സിൽ കൊടുക്കുക. ഇനി നിങ്ങൾ നേരെ ഒമേഗ വൈ നോക്കൂ. വാട്ട് ഈസ് ദിസ് ഒമേഗ വൈ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ ഇസഡ്. അപ്പോൾ നമ്മൾ നോക്കൂ സാർ, തിരിഞ്ഞു കിടക്കുന്നു. ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ ഇസഡ്. ഇവിടെ കണ്ടോ, ഡോ യു ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയുമോ? ഈ കാണുന്ന മൈനസ് സൈൻ ഇല്ലേ, ഈ മൈനസ് സൈൻ അകത്ത് കയറ്റുക. ഇത് അകത്ത് കയറ്റിയാൽ ഈ മൈനസ് ഓഫ് ഡോ യു ബൈ ഡോ ഇസഡ് എന്തായി മാറുന്നു? പ്ലസ് ഡോ യു ബൈ ഡോ ഇസഡായി മാറുന്നു. ഈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്തായി മാറുന്നു? മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ഓൾട്ടർനേറ്റ് ടേംസുകൾ പ്ലസും മൈനസ് കൊടുക്കണം എന്നുള്ള കാര്യം പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അത് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്ത് വരും? ഇതിനകത്ത് കയറി വരും. അടുത്തത് ആരാണ്? ഒമേഗ ഇസഡ് ആണ്. അത് പ്ലസ് ടൈം ആണ്, അത് അതേപോലെ കിട്ടും. ഒമേഗ ഇസഡ് എന്ന് പറഞ്ഞാൽ കെ അല്ലേ, കെ കളയുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുക. ഐയും ജെയും മാത്രം. ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോ ബൈ ഡോ എക്സ്. ജെ ആരാണ്? ഡോ ബൈ ഡോ വൈ. വൈ ഡയറക്ഷനിലെ വെലോസിറ്റി എന്താണ്? ദാറ്റ് ഈസ് വി, അത് എക്സിൽ കൊടുക്കുക. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ആരാണ്? യു, അത് നേരെ വൈ കമ്പൗണ്ടിൽ കൊടുക്കുക. കഥ കഴിഞ്ഞു. ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഒരു മാത്തമാറ്റിക്കൽ നോളജും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അറിയാം. സൈക്ലിക് ഓർഡറിൽ ഐ ജെ കെ നമ്മൾ അറേഞ്ച് ചെയ്തുക. ഈ പറയുന്ന രീതിയിലോട്ട് എഴുതിയാൽ എന്ത് കിട്ടും? സിമ്പിളായിട്ട് കഥ കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയരുത്. കാരണം ഒരു മാത്തമാറ്റിക്സും ഇല്ല. സിംപ്ലി നമ്മളെ കോമൺ സെൻസ് മാത്രം എടുത്ത് ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ കൊടുക്കുക, കഴിഞ്ഞു. തീർന്നില്ല. നമ്മളിപ്പോൾ ഇത്രയും സമയമെടുത്ത് ഞാൻ എന്താ പഠിപ്പിച്ചത്? റൊട്ടേഷൻ എന്ന് പറയുന്ന എന്താണ് ഫ്ലൂയിഡ് ഫ്ലോ പാരാമീറ്ററിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിൻ്റെ കൺസെപ്റ്റ്സ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്. ആപ്ലിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്, ഡെഫിനിഷൻസ് ഇവിടെ പറയുന്നുണ്ട്, ഇക്വേഷൻസ് എല്ലാം പറയുന്നുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? അതായത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നേരെ കൊടുക്കാം. സ്ഥലം കുറവാണ്, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സ്ഥലം കുറവാണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. നോക്കി നിങ്ങൾ, നമുക്ക് നേരെ ഒമേഗ എക്സിലേക്ക് പോകാം. എന്താ ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, വിച്ച് മീൻസ് ഡബ്ല്യു എന്ന് പറയുന്ന നോക്കൂ, ഡബ്ല്യു എന്ന് പറയുന്ന ഈ വെലോസിറ്റിയെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനകത്ത് ആരുണ്ട്? ഒരു വൈ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വൈയിൽ കൂടെ കിടക്കുന്ന ടേം ആരാണ്? കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ സി എക്സ് ഞാൻ അവിടെ കൊടുത്തു. പിന്നെ ആരുണ്ട്? വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ വൈ ബൈ ഡോ വൈ എന്തായി പോകുന്നു? 1 ആയി പോകുന്നു. സോ മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ്. വാട്ട് ഈസ് ഡോ വി ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ? ഡോ വി ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇസഡ് നോക്കുക, ഇസഡ് ഉണ്ട്. സോ ഇസഡ് ആണ് വേരിയബിൾ, സി എക്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ സി എക്സ് ഞാൻ അതേപോലെ എഴുതി. പിന്നെ ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യൂ, ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് 0 ആയി പോകുന്നു. സോ ഫസ്റ്റ് വെലോസിറ്റി കമ്പോണന്റ് ആയ ആംഗുലാർ വെലോസിറ്റി കമ്പോണന്റ് അല്ലെങ്കിൽ റൊട്ടേഷണൽ കമ്പോണന്റ് ആയ ഒമേഗ എക്സ് എന്താണ്? സി എക്സ് മൈനസ് സി എക്സ് എന്തായി പോകുന്നു? 0. സെക്കൻഡ് കണ്ടീഷൻ, സെക്കൻഡ് പോയിന്റിലേക്ക് വരാം. ഡോ യു ബൈ ഡോ ഇസഡ്. യു എന്ന് പറയുന്ന വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ഇസഡ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വേർ ഈസ് യു? ദിസ് ഇസ് യു. യുവിനെ വിത്ത് റെസ്പെക്ട് ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ആരുണ്ട്? ഇസഡ് ഉണ്ട്. ഇസഡിന്റെ കൂടെ കിടക്കുന്ന സി വൈ ആരാണ്? കോൺസ്റ്റന്റ് ആണ്. ഞാൻ അതേപോലെ എഴുതി. മൈനസ്
പിന്നെ ഇസഡ് ഡിഫറൻസ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് 1 ആയി പോകുന്നു. മൈനസ് ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡബ്ല്യു എന്ന് പറയുന്ന വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വെർ ഈസ് ഡബ്ല്യു? ദിസ് ഇസ് ഡബ്ല്യു. വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടും? ഡോ എക്സ് ബൈ ഡോ എക്സ് 1 ആയി പോകുന്നു. പിന്നെ കോൺസ്റ്റന്റ് സി വൈ. സോ സി വൈ കണ്ടോ, സി വൈ മൈനസ് സി വൈ എന്തായി പോയി? 0. വിച്ച് മീൻസ് വൈ ഡയറക്ഷനിലുള്ള ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ റൊട്ടേഷൻ കമ്പോണന്റ് എന്തായി പോയി? 0 ആയി പോയി. അടുത്ത ഇസഡിലേക്ക് വരാം. കണ്ടോ, കാര്യം പഠിച്ചെടുക്കുകയാണ് ഒരല്പം ബുദ്ധിമുട്ട്. അത് കൺസെപ്റ്റ്സ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആൻസറായി. പ്രത്യേകിച്ച് വലിയ മാത്തമാറ്റിക്സ് ഒന്നും ഇവിടെ ഇല്ല. ഡോ വി ബൈ ഡോ എക്സ്. എന്താ ഡോ വി ബൈ ഡോ എക്സ്? വി എന്ന് പറയുന്ന വെലോസിറ്റിയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വെർ ഇസ് വി? വി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ ഡോ എക്സ് ബൈ ഡോ എക്സ് 1 ആയി പോകുന്നു. ബാക്കി സിയും ഇസഡും കോൺസ്റ്റന്റ്. അതെടുത്ത് എഴുതുക. ഫസ്റ്റ് ടൈമിൽ എന്ത് വരുന്നു? സി ഇസഡ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. യു എന്ന് പറഞ്ഞ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു വൈ. അവിടെ എന്താണ്? ഡോ വൈ ബൈ ഡോ 1 ആയി പോകുന്നു. സി ഇസഡ് കോൺസ്റ്റന്റ് ആയി പോകുന്നു. സോ ദിസ് ഈസ് ഓൾസോ സി ഇസഡ്. കണ്ടോ, സി ഇസഡ് 0 കിട്ടി. അതായത് സിൻസ് ഈച്ച് ഓഫ് ദ റൊട്ടേഷണൽ കമ്പോണൻസ് ആർ 0, we got each of the rotational components are 0. So the given velocity field is irrotational flow field. കണ്ടോ, അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? ഈ കാണുന്ന വെക്ടർ ഒമേഗ എന്ന് പറഞ്ഞ സാധനം എന്താണ്? 0 ആണ്. കാരണം ഓരോരോ ടേംസുകളും എന്തായി പോയി? ഇവിടെ 0 ആയിപ്പോയി. ഓരോരോ ടേംസുകളും എന്തായി പോകുന്നു? എല്ലാ ഇൻഡിവിജ്വൽ ടേംസുകളും ഇവിടെ 0 ആയിപ്പോയി. അതുകൊണ്ട് നമ്മളെ വെക്ടർ ഒമേഗ എന്തായി കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. സോ ദി ഗിവൻ വെലോസിറ്റി ഫ്ലോ ഫീൽഡ് ഈസ് ആൻ ഇർറൊട്ടേഷണൽ ഫ്ലോ ഫീൽഡ്. ഈ കിട്ടുന്നത് നോൺ സീറോ വാല്യൂ ആണെങ്കിൽ എന്ത് പറയാം? അത് ഇർറൊട്ടേഷണലല്ല, അതൊരു റൊട്ടേഷണൽ ഫ്ലോ ഫീൽഡാണെന്ന് നമ്മൾ പറയും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഹൈലി കൺസെപ്റ്റൽ ഇതാണ്. ദിസ് ഈസ് നോൺ ആസ് എന്താണ്? കൺസെപ്റ്റ്സ് ത്രൂ പ്രോബ്ലംസ് എന്ന് നമുക്ക് വിളിക്കാം. കൺസെപ്റ്റ്സ് ത്രൂ പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം എടുക്കുന്നു, ആ പ്രോബ്ലത്തിനകത്ത് ഒരു വെലോസിറ്റി ഫ്ലോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യുന്നൊരു പാരാമീറ്റർ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ കൺസെപ്റ്റ്സ് പറയുന്നു, അതിൻ്റെ ഇക്വേഷൻസ് പറയുന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുന്നു. ആ ചൂടോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ കൺമുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ക്യുക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൺസെപ്റ്റ്സ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ്സിനെ അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ലെവലാകുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് അത് പെട്ടെന്ന് സ്റ്റോർ ചെയ്യാനും പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലംസുകളും ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്സുകളും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ചില ടോപ്പിക്സുകളിൽ നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പിറകിലുള്ള കൺസെപ്റ്റ്സ് ഒരു അല്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താലേ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ടൊരു സെഷൻ വെക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കാരണം കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മദർ ഓഫ് ഓൾ അതർ ഇക്വേഷൻസ് ഇൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ബേസിക്സും ആപ്ലിക്കേഷൻസും പഠിച്ചേ പറ്റും. എങ്കിൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലുള്ള വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഞാൻ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് സെഷൻ കണ്ടക്ട് ചെയ്യും. അതല്ലാതെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? സിമ്പിൾ പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്തു പോകാം? പഠിച്ചു പോകാം. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.